നമസ്കാരം. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ഇന്ത്യക്ക് ചുറ്റും ശത്രുരാജ്യങ്ങൾ അണിനിരക്കുമ്പോൾ നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. രാജ്യം ഏത് വെല്ലുവിളികളെയും നേരിടാൻ സജ്ജമാണ്. ഇന്ത്യ കൂടുതൽ പ്രതിരോധ മാർഗങ്ങളിലേക്ക് കടക്കുകയാണ്. ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതോടെ പ്രതിരോധത്തിൽ ഇന്ത്യ പുതുവഴികൾ തേടുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ചില സുപ്രധാന നീക്കങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. വ്യോമസേനയിലേക്ക് കൂടുതൽ കരുത്തന്മാരെത്തും. ഒന്നും രണ്ടുമല്ല, 26,000 കോടി രൂപയുടെ വമ്പൻ പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് Su-30 MKI. ഇവ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്തേകും. Su-30 MKI യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. 240 എഞ്ചിനുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ നിന്ന് വാങ്ങാൻ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകി കഴിഞ്ഞു. 26,000 കോടിയിലധികം രൂപയുടെ കരാറിലാണ് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെക്കുക. വരുന്ന വർഷമാകും നിർമ്മാണം ആരംഭിക്കുക. 8 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുഴുവൻ എഞ്ചിനുകളും കൈമാറുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പുതിയ എഞ്ചിനിൽ 54% ഘടകങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്താണ് ഈ യുദ്ധവിമാനങ്ങളെന്ന് എടുത്തു പറയണം. അതായത് വ്യോമസേനയുടെ നട്ടെല്ലെന്ന് പറയാം. 260 വിമാനങ്ങൾ ഇതിനോടകം തന്നെ സേനയിൽ വിന്യസിച്ചിട്ടുണ്ട്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ആസ്ട്ര എയർ ടു എയർ മിസൈൽ തുടങ്ങിയ തദ്ദേശീയ യുദ്ധ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് Su-30 ഇതിനകം തന്നെ നവീകരിച്ചിട്ടുണ്ട്. നിരവധി ഓപ്പറേഷനുകളിലും അഭ്യാസങ്ങളിലും സ്ഥിരം സാന്നിധ്യമാണ് Su-30 യുദ്ധവിമാനങ്ങൾ. ഇവ വ്യോമസേനയുടെ കപ്പലിലെ ഒരു നിർണായക സ്വത്താണ്. ബാലാകോട്ട് വ്യോമാക്രമണം, ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായുള്ള പോരാട്ടം എന്നിവയിൽ ഇത് നിർണായകമായിരുന്നു. ആത്മനിർഭർ ഭാരത് നയങ്ങൾക്ക് അനുസൃതമായി ആവശ്യമായ ഘടകങ്ങളിൽ അവ നവീകരിക്കാനും കേന്ദ്രം ശ്രമിക്കുന്നുണ്ട്. 1995 മുതൽ റഷ്യയിലെ സുഖോയ് കോർപ്പറേഷനാണ് Su-30 MKI രൂപകൽപ്പന ചെയ്തത്. HAL-ൽ നിന്ന് ഈ എഞ്ചിനുകൾ വാങ്ങുന്നത് സുസ്ഥിരമായ പ്രവർത്തന സന്നദ്ധത ഉറപ്പാക്കും. ഇത് രാജ്യത്തിന്റെ പ്രതിരോധ തയ്യാറെടുപ്പിനെ ഗണ്യമായി ശക്തിപ്പെടുത്തും. HAL-ന്റെ കോരാപൂട്ട് ഡിവിഷനിലായിരിക്കും ഇവ നിർമ്മിക്കുക. തദ്ദേശീയമായി നിർമ്മിക്കുന്നതിന് പുറമെ ലോകരാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയ്ക്ക് HAL നിർമ്മിച്ച 2 ഡോർണിയർ 228 വിമാനങ്ങൾ നേരത്തെ തന്നെ കൈമാറിയിരുന്നു. അമേരിക്ക, റഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ മുൻനിരയിലുണ്ട്. ഇന്ത്യയിലെ പ്രതിരോധ നിർമ്മാണ വ്യവസായം വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. പ്രതിരോധ കയറ്റുമതി 2024 സാമ്പത്തിക വർഷത്തിൽ $2.63 ബില്യൺ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 32.5% വർദ്ധിച്ചു. 2023 ഏപ്രിൽ വരെ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന 369 കമ്പനികൾക്ക് മൊത്തം 606 വ്യാവസായിക ലൈസൻസുകൾ നൽകി. പ്രതിരോധ കയറ്റുമതി 5 വർഷത്തിനിടെ 240% ഉയർന്ന് $1.9 ബില്യൺ അഥവാ 15,918 കോടി രൂപയായി. ഇന്ത്യ ഇപ്പോൾ 90-ലധികം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ $2.41 ബില്യൺ അഥവാ 20,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. പ്രതിരോധ കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കൊപ്പം സുസജ്ജമായ പ്രതിരോധ സംവിധാനം ഉണ്ടായിരിക്കേണ്ടത് പരമപ്രധാനമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. 2011 മുതൽ ആഗോള പ്രതിരോധ ചെലവ് വർദ്ധിച്ചതോടെ പല രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ചെലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇറക്കുമതി ചെയ്യുന്ന പ്രതിരോധ വ്യവസായത്തെ സ്വയാശ്രയ സ്വഭാവമുള്ള ഒന്നാക്കി മാറ്റാൻ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ട്. ഓരോ ദിവസവും പുത്തൻ മാറ്റങ്ങളാണ് ഇന്ത്യ കൊണ്ടുവരുന്നത്. പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കാനും ഉള്ളവയെ പരിഷ്കരിക്കാനും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഊന്നൽ കൊടുക്കുന്നുണ്ട്. ശത്രു രാജ്യങ്ങളെ തോൽപ്പിക്കാൻ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യക്ക് ഇനിയും നിർണായക ചുവടുവെക്കാൻ സാധിക്കട്ടെ. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.